വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസാണ്. നമ്മൾക്ക് നമ്മളെ ബോയ് ഫ്രണ്ടിന് അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് നമ്മുടെ ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഗൈഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് സീസൺ, ന്യൂ ഇയർ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഗിഫ്റ്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ ഫ്രേഗ്രൻസ് പെർഫ്യൂമാണ്. അതാകുമ്പം നമുക്ക് പെട്ടെന്ന് വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഒരു പെർഫ്യൂം മേടിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മണം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടോൺ വെച്ചൊരു പെർഫ്യൂം മേടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം ഹെയർ ആൻഡ് ബോഡി മിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പെർഫ്യൂം മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഹെയർ മിസ്റ്റൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ഹെയർ നല്ലതായിട്ട്, ഇപ്പോൾ ആണുങ്ങൾക്കുള്ള ഹെയർ മിസ്റ്റ് ഉണ്ട്. ഇതൊരു വായ് എന്നൊരു കമ്പനിയുടെ യുണിസെക്സ് ഹെയർ മിസ്റ്റാണ്. അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ചെറിയൊരു ട്രോപ്പിക്കൽ മണമാണ്. ഇത് സെൻ ബാർഡ്സ് എന്നാണ് ഇതിൻ്റെ ഒരു വേരിയൻ്റെ പേര്. ഭയങ്കര ട്രോപ്പിക്കൽ മണമാണ്. കുറച്ച് കോക്കനട്ട്, കുറച്ച് വാനില, കുറച്ചൊരു സമ്മർ വൈബുള്ള മണമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചു കൊടുക്കാം. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കൊരു ഡിയോഡ്രൻ്റ് ആണ്. ഒരു സ്റ്റിക്ക് ഡിയോഡ്രൻ്റ് ആണ്. ഞാൻ കൂടുതൽ പറയുന്നത് ഗ്രൂമിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. കാരണം അവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല മണമുള്ള ആഫ്റ്റർ ഷേവ്, നല്ലൊരു മണമുള്ള ആഫ്റ്റർ ഷേവ് ആണ് നിവ്യയുടെ. അപ്പോൾ ഇതും ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാമ്പറായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ആഫ്റ്റർ ഷേവ്, ഒരു പെർഫ്യൂം, ഹെയർ മിസ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഒരു ഹാമ്പറായിട്ടും കൊടുക്കാം. അപ്പോൾ അതും ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലിപ് ബാം ആണ്. ലിപ് ബാം മെന്നും ഉപയോഗിക്കും. അപ്പം നമുക്ക് ഏത് ലിപ് ബാം ആയാലും അവർക്ക് മേടിച്ചു കൊടുക്കും. ഇതിനൊന്നും അത്ര കളറൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ലിപ് ബാം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും, നൈറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ലിപ് ബാം ഒരു ഓപ്ഷനാണ്. പിന്നെന്ന് പറയുമ്പോൾ ഒരു ലിവിൻ കണ്ടീഷണർ, ഏത് കമ്പനി ആയാലും. കാരണം മുടിയൊക്കെ ഒത്തിരി ഫ്രിസി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ടീഷണർ കുളിച്ച് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കും. അപ്പം അതൊരു ഓപ്ഷനാണ്. ഇതും ഭയങ്കര നല്ല ഫ്രഷ് മണമാണ്. ട്രൈ ചെയ്ത് നോക്കാം. നൈക്കയിൽ അവൈലബിൾ ആണ്. നൈക്ക ഷോപ്പിൽ പോയാലും ഇത് കിട്ടും. പിന്നെ അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാച്ച് മേടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് മാറി മാറി വേറെ വാച്ചസ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇടാം. അപ്പം വാച്ച് നല്ല ഓപ്ഷനാണ്. സിൽവർ വാച്ചസ് ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവത്തില്ല. അത് നല്ല ഭംഗിയാണ് ആളുകൾ ഇടുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും. വേറൊരു ഗിഫ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം ലാപ്ടോപ്പ് സ്ലീവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് എന്തായാലും വേണ്ടി വരും. കാരണം അവർക്ക് ബാഗിൽ വെക്കുമ്പോൾ അതൊന്നും ചീത്തയായിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്ലീവ് ഇങ്ങനത്തെ ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് ടിസും അത് സാധാ ഏതൊരു കമ്പനിയുടെ ആണ്. ഇത് നമ്മൾ ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ സാധാ ഒരു ലാപ്ടോപ്പ് സ്ലീവ് നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷനാണ്. നല്ലൊരു ക്ലാസി ആയിട്ട് തോന്നുന്നുണ്ട് അത് ഇടുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം ഒരു വാളറ്റാണ്. ആണുങ്ങളുടെ വാളറ്റ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതൊരു ഇങ്ങനത്തെ ചെറിയ കമ്പാർട്ട്മെൻറ്റുള്ള വാളറ്റാണ്. ഇതൊക്കെ ഒരു നല്ലൊരു ചെറിയൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. യൂഷ്വലി നമുക്ക് പെണ്ണുങ്ങളെ പോലെ ഒത്തിരി ഒന്നും നമുക്ക് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കും മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒത്തിരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആണ്. പിന്നെ നമുക്കുള്ള ഐഡിയാസ് പറയുമ്പോൾ ടീഷർട്ട്, ഷർട്ട്സ്, അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സിലുള്ള ഷർട്ട്സ്, അങ്ങനത്തെ ഷൂസ്, സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ ഷൂസൊക്കെ മേടിക്കാം. അപ്പോൾ അതൊക്കെ ഉള്ള ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ് ഭയങ്കരമായിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ഓപ്ഷൻസ് ആയിരിക്കും. പിന്നെയെന്ന് പറയുമ്പം ഇങ്ങനത്തെ ഒരു മാനിക്യൂർ സെറ്റ്. ഇത് നല്ലൊരു ക്ലാസി ആയിട്ടുള്ളൊരു ബ്ലാക്ക് മാനിക്യൂർ സെറ്റാണ്. ഇതൊരു നല്ല ഓപ്ഷൻ. ഇങ്ങനത്തെ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു സെറ്റ് അവർക്കുള്ളൊരു ഓപ്ഷനായിരിക്കും. പിന്നെ നമുക്ക് അവർക്ക് സ്കിൻ കെയർ ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഇടുന്നതെന്ന് വെച്ചാൽ അത് മേടിച്ച് കൊടുക്കാം. അപ്പം അങ്ങനത്തെ ചെറിയ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.